ഹലോ എൻ്റെ പൊന്നാര മക്കളെ, ഒരു ഗുഡ് ന്യൂസ് ആണ്. അതായത് ആദില നൂറ ഉടൻ പിരിയും. കാരണം ബിഗ് ബോസ് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുകയാണ്. ആ ടാസ്കിൽ ആദില പറയുന്നത് നൂറയ്ക്ക് പിടിക്കുന്നില്ല, നൂറ പറയുന്നത് ആദിലക്ക് പിടിക്കുന്നില്ല. അതായത് ആദിലക്ക് നേരെ നിങ്ങൾ ലൈവ് ജസ്റ്റ് ഒന്ന് നോക്കുക. അപ്പോൾ ആദിലെ കാണാൻ നൂറയ്ക്ക് പറ്റുന്നില്ല, നൂറെ കാണാൻ തന്നെ ആദിലക്ക് പറ്റുന്നില്ല. ഏത് സമയത്തും ഇവർ രണ്ടുപേരും പൊട്ടിത്തെറിക്കും. അതായത് ബോസണ്ണ, നിങ്ങൾക്കൊരു മാസ് സല്യൂട്ട് ഞാൻ തരികയാണ്. കാരണം ബിഗ് ബോസ് കാരണമാണ് ഇവർ പിരിയുന്നത്. ഉടൻ പിരിയും, അത് ഉറപ്പാണ്. മിനിമം 20 ദിവസത്തിനുള്ളിൽ ഇവർ പിരിയും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ഒന്നാമത് ഇവരെ രണ്ടുപേരെയും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. പിന്നീട് ആദില നൂറ ഇവരൊരു ലെസ്ബിയൻ കപ്പിളല്ലേ, ഇവരെ കാണുമ്പോൾ എല്ലാവരും അവിടെ പുച്ഛിക്കുകയാണ്. ഒരു കാര്യം പറയുകയാണ്, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത് എന്താണ്? ആണും ആണുമായിട്ടും പെണ്ണും പെണ്ണുമായും ജീവിക്കുന്നവരെയാണ് അമേരിക്കയിൽ ആദ്യം നിരോധിച്ചത്. കാരണം അങ്ങനെ ജീവിക്കുന്നവർ നമുക്ക് വേണ്ട, നമ്മുടെ നാട്ടിൽ വേണ്ട. അപ്പോൾ ഇവിടെ ബിഗ് ബോസിൽ അങ്ങനെ ജീവിക്കുന്ന ഒരു കപ്പിൾസ് ഒരുമിക്കുമ്പോൾ അത് കാരണം ആദിലക്കും നൂറക്കും ഞങ്ങൾ എന്താണ് ഇങ്ങനെ, അവർക്ക് തന്നെ പരസ്പരം അവരെ തന്നെ കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ വഴക്ക് പിടിച്ച് മൂത്തിരിക്കുകയാണ്. ഏത് സമയത്തും അവർ പൊട്ടിത്തെറിക്കും എൻ്റെ പൊന്നാര മക്കളെ. അങ്ങനെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ആ നിമിഷം ആ വാർത്തയുമായി ഞാൻ വരാം. ഓക്കെ ഓക്കെ ബായ്, ഞാൻ വെയിറ്റിംഗ് ആണ് ആ ഒരു പൊട്ടിത്തെറിക്കായി. കാരണം ആ ഉമ്മയുടെയും ആ ഉപ്പയുടെയും, ആദില നൂറയുടെ ഉമ്മയും ഉപ്പയും അത്രയും കരഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോൾ അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ പൊന്നാര മക്കളെ, അവർ ഇപ്പോൾ നിലവിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല ചെക്കന്മാരെ കിട്ടും, നല്ല ലൈഫ് അവർക്കുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയെങ്കിലും ഈ പണ്ടാരം ലൈഫ് ഒന്ന് പൊളിയണമെന്ന്. അപ്പോൾ ഏതായാലും ആ ഒരു ഗുഡ് ന്യൂസുമായി ഞാൻ വരാം. ഓക്കെ ബൈ.